ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെ നമുക്ക് ജലസി മാനേജ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ജലസി എന്നുള്ളത്, അസൂയ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടാകുന്ന സമയത്ത് ചെറിയ രൂപത്തിലുള്ള ഒരു ജലസി നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ അത് എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ ഉണ്ടാകും. അപ്പം ഈ രൂപത്തിൽ നമുക്ക് ഒരു ജലസി മനസ്സിൽ ക്രിയേറ്റ് ആയി വരികയും ഒരു മാനസിക സംഘർഷമൊക്കെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് എന്തൊക്കെ രൂപത്തിൽ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 10 ടിപ്സുകളാണ്, 10 സ്ട്രാറ്റജികളാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു ജലസിയെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും വീണ്ടും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ജലസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് ജലസിയെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നേട്ടം അതൊക്കെ എനിക്കും സാധിക്കും അല്ലെങ്കിൽ നമുക്കും അതൊക്കെ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു അസൂയയെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ജലസി മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്ന രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു കൃതജ്ഞത പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്ന സമയത്ത് അതിന് നമുക്ക് ജലസി തോന്നാതെ അല്ലെങ്കിൽ അതിനോട് നമുക്കൊരു അസൂയ തോന്നാത്ത രൂപത്തിൽ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്, അതിനെ ബഹുമാനിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു കൃതജ്ഞത നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ ഈ രൂപത്തിലുള്ള ഒരു ജലസി വളർന്നു വരാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ജലസിയുമായി ബന്ധപ്പെട്ട് ജലസി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി എന്നുള്ളത്. മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളിനൊരു പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്നു, നമ്മുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ മാർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇത്തരം ജലസി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ അവിടെ അതിന് വളർന്നു വരാതിരിക്കാനുള്ള ആ ഒരു വേരിനെ നമ്മൾ മുറിച്ചിടുന്നത് പോലെയാണ് അപ്പോൾ ഈ ഒരു കാര്യം. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി എന്നുള്ളതാണ് മൂന്നാമത്തെ സ്ട്രാറ്റജി. ഇനി ജലസിയെ മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്ന നാലാമത്തെ സ്ട്രാറ്റജിയാണ് ഐഡന്റിഫൈ ട്രിഗേഴ്സ് എന്നുള്ളത്. നമുക്ക് മറ്റുള്ള ആളുകളോട് അസൂയ തോന്നാൻ കാരണമായേക്കാവുന്ന ആ ഒരു പ്രത്യേക പോയിന്റ് എന്താണോ, അങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് കൊണ്ട് അതിനെ ആദ്യം നമ്മൾ തിരിച്ചറിയുകയും എന്നിട്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയും അത്തരം കാര്യങ്ങളെ കുറിച്ച് അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഐഡന്റിഫൈ ട്രിഗേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജലസി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ സ്ട്രാറ്റജിയാണ് ചാലഞ്ച് ഇറേഷണൽ തോട്ട്സ് എന്നുള്ളത്. അപ്പോൾ ചാലഞ്ച് ഇറേഷണൽ തോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ആളുകളോട് ചിലപ്പം ഒരു ജലസി ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളോട് നമുക്ക് ഒരു ജലസി ഭീകരമായിട്ടുള്ള അസൂയ ഉണ്ടാകുന്ന തരത്തിലുള്ള തോന്നലുകൾ, ഇറേഷണൽ ആയിട്ടുള്ള തോന്നലുകൾ എന്ന് പറഞ്ഞാൽ യുക്തിരഹിതമായ അവാസ്തവമായിട്ടുള്ള തോന്നലുകൾ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അവിടെ ചെറുത്ത് നിർത്തണം, അല്ലെങ്കിൽ അതിനെ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിക്കുന്ന രൂപത്തിൽ നമ്മൾ അതിനെ ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ജലസി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന അഞ്ചാമത്തെ സ്ട്രാറ്റജി. ജലസി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആറാമത്തെ സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് ട്രസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്കും നല്ല രൂപത്തിലുള്ള ഒരു മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും, എനിക്കും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ജലസിയെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജലസി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെക്കാൾ നല്ല രൂപത്തിൽ ജീവിക്കുന്നുണ്ടാകും, പല നേട്ടങ്ങളും അവർ കരസ്ഥമാക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം അത്തരം കാര്യങ്ങളിൽ മാത്രം നോക്കിക്കൊണ്ട് അതിനൊക്കെ പഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് അസൂയ വെച്ച് പുലർത്തിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കൃത്യമായിക്കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അതിൽ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ജലസി ക്രിയേറ്റ് ആയി വരികയും പിന്നെ അതൊക്കെ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് പോവുകയും നമ്മുടെ മനസ്സിൽ ഒരു മോശമായ രൂപത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജലസി മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്ന എട്ടാമത്തെ സ്ട്രാറ്റജിയാണ് ലിമിറ്റ് കമ്പാരിസൺ എന്നുള്ളത്. നമ്മൾ മറ്റുള്ള ആളുകളുമായി കമ്പയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അവനിങ്ങനെ ഞാനിങ്ങനെ, അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എന്നുള്ള രൂപത്തിൽ കമ്പയർ ചെയ്യാതിരിക്കുകയും
കമ്പയർ ചെയ്യാതെ നമ്മൾ നമ്മളായിക്കൊണ്ട് ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ജലസി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അസൂയ നമ്മുടെ മനസ്സിൽ വളർന്നു വരില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്ന എട്ടാമത്തെ സ്ട്രാറ്റജി. ജലസിയുമായി ബന്ധപ്പെട്ട 9ാമത്തെ സ്ട്രാറ്റജിയാണ് സെറ്റ് ബൗണ്ടറീസ് എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, നമ്മുടെ സപ്പോർട്ട് നെറ്റ്വർക്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അവിടെ നമ്മളെ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളെയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ നോക്കി അസൂയപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ നമ്മളെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജലസിയിൽ അധിഷ്ഠിതമായ, അസൂയയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളർന്നു വരികയും അതുമൂലം മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജലസിയുമായി ബന്ധപ്പെട്ട 10ാമത്തെ സ്ട്രാറ്റജിയാണ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് നോക്കുന്ന സമയത്ത്, മറ്റുള്ളവരുടെ നേട്ടത്തിലേക്ക് നോക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മനസ്സിൽ ഒരു ജലസി ഉണ്ടായി വരിക. അപ്പം ഈ ഒരു അവസ്ഥക്ക് നമ്മൾ അവസരം കൊടുക്കാതെ നമ്മളെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട്, നമ്മുടെ ഗ്രോത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, നമ്മുടെ വിജയത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം ജലസി നമ്മുടെ മനസ്സിൽ വളർന്നു വരാതിരിക്കുകയും ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അപ്പം ഇത്തരം ഈ പറഞ്ഞ 10 കാര്യങ്ങളാണ്. ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലസിയെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി.